ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കിങ് ഓഫ് കൊത്ത തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ദുൽഖർ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് ആദ്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ലക്കി ഭാസ്കർ എന്ന കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ അഭിനയിക്കുന്ന തെലുഗു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുന്നത്. ദുൽഖർ സിനിമയിൽ എത്തിയതിന്റെ 12ാം വാർഷികം പ്രമാണിച്ചു കൂടിയാണ് ഇന്ന് ലക്കി ഭാസ്കറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ചിത്രം ഒരു ഫിനാൻഷ്യൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. സീതാരാമത്തിന് ശേഷം ദുൽഖർ അഭിനയിക്കുന്ന തെലുഗു സിനിമ എന്നൊരു പ്രത്യേകത കൂടി ലക്കി ഭാസ്കറിനുണ്ട്. ചിത്രം മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലായിരിക്കും ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുക. ചിത്രം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ചിത്രീകരിച്ച സിനിമ കൂടിയാണ്. ലക്കി ഭാസ്കറിന്റെ റിലീസ് അപ്ഡേറ്റിനായിട്ടും കൂടുതൽ ടീസർ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഈ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിന്റെ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന രാഹുൽ സദാശിവം ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന സിനിമ. മമ്മൂട്ടിക്കൊപ്പം സിദ്ധാർത്ഥ ഭരതൻ, അർജുൻ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ കൂടിയായ ഈ ഹൊറർ ത്രില്ലർ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉള്ള സിനിമയായിരിക്കുമെന്ന് ഇപ്പോഴത്തെ ഇന്നൊരിക്കൽ കൂടി സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററുകളിൽ സിനിമ ഫെബ്രുവരി 15 മുതൽ നൽകും എന്ന് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ഭ്രമയുഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വിദേശത്തൊരു മമ്മൂട്ടി ചിത്രത്തിന്റെ റെക്കോർഡ് റിലീസ് എന്നൊക്കെ നിലവിൽ റിപ്പോർട്ടുകളുള്ള സിനിമയ്ക്ക് UK-യിൽ നേരത്തെ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ കൂടുതൽ മേഖലകളിലെ ബുക്കിംഗ് എല്ലാം തന്നെ വരുന്ന തിങ്കളാഴ്ചയോടെ ഫെബ്രുവരി 5-ാം തീയതിയോടെ ആരംഭിക്കപ്പെടുന്നതാണ്. അതേസമയം ഭ്രമയുഗം എന്ന സിനിമയുടെ ട്രെയിലർ വരുന്ന ആഴ്ച വീക്കെൻഡോടെ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിന്റെ ട്രെയിലറിന് വേണ്ടി പ്രത്യേകം ഒരു ലോഞ്ച് എല്ലാം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കൊച്ചിയിൽ അതല്ലെങ്കിൽ ദുബായിൽ വെച്ചായിരിക്കും നടക്കുക. ട്രെയിലർ ലോഞ്ചിന് മുന്നേ തന്നെ സിനിമയുടെ ഓൺലൈൻ അഭിമുഖങ്ങൾ ഒപ്പം തന്നെ പ്രസ് മീറ്റ് എല്ലാം തന്നെ നടക്കും. അത് ഈ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ചുള്ള മമ്മൂട്ടിയുടെ വാക്കുകൾ കേട്ടും അതോടൊപ്പം തന്നെ സിനിമയുടെ ട്രെയിലർ എല്ലാം തന്നെ കാണുവാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ഭ്രമയുഗം എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ വാർത്തകൾ കേട്ട് നല്ലവരായ സിനിമാ പ്രേമികൾ കാത്തിരിക്കൂ.